ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രെയിൻ ജേർണി വ്ളോഗാണ്. അപ്പോൾ ഇതിൻ്റെ 2 ഷോർട്ട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് പോണതും അവിടുന്ന് തിരിച്ച് വരുന്നതും. അപ്പോൾ ഈ വ്ളോഗ് നമ്മൾ നാട്ടിൽ നിന്ന് ചെന്നൈക്ക് പോകുന്നതിൻ്റെ ഇതാണ് കേട്ടോ, ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അവിടുന്ന് തിരിച്ച് വരേണ്ട ഞാൻ എടുത്തിട്ടില്ല, അതിൻ്റെ ഷോർട്ട് വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് 12:30 ആയിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിൻ 1:15 ഉച്ചയ്ക്ക് 1:15. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് സാധാരണ ഇറങ്ങാറ്, പക്ഷേ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ഇറങ്ങി. എന്താ വെച്ചാൽ ഈ ഇടയായിട്ട് ഈ ട്രെയിന് നേരത്തെ വരുന്നുണ്ട് പറഞ്ഞു, 1 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തുന്നുണ്ട് പറഞ്ഞു, അതുകൊണ്ട് നേരത്തെ ഇറങ്ങിയത്. ഏറ്റവും രസം എന്താ വെച്ചാൽ ഇപ്രാവശ്യം നല്ല ലേറ്റായിട്ടാണ് ട്രെയിൻ വന്നത്. 1:15, 2:15, 2:30, 1 hour 15 minutes ലേറ്റായിട്ടാണ് ട്രെയിൻ വന്നത്. 2:30 വരെ ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു വെറുതെ. അതിൻ്റെ മുകളിൽ കൂടെ ഞങ്ങൾ നേരത്തെ എത്തുകയും ചെയ്തു. അപ്പോൾ ഭയങ്കര ബോറായിരുന്നു അവിടെ. പിന്നെ നല്ല ചൂടുമായിരുന്നു. പിന്നെ അനൗൺസ്മെൻറ്റ് കുറച്ച് നേരത്തെ വന്നു കേട്ടോ ട്രെയിൻ വരുന്നതിൻ്റെ. എന്നിട്ട് അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ട്രെയിൻ വന്നത്. അപ്പോൾ ഞങ്ങൾ കോച്ച് നിൽക്കുന്ന സ്ഥലത്ത് പ്ലാറ്റ്ഫോമിൽ ഷീറ്റ് ഉണ്ടായില്ല. അപ്പോൾ കുറേ നേരം വെയിലത്ത് നിന്നു, ഭയങ്കര കഷ്ടമായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ലുക്കൊന്നും ആയിരുന്നില്ല ട്രെയിനിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്നത്. മുഖമൊക്കെ ആകെ നല്ല വേർത്ത് കുളിച്ച് ഒരു ഓയിലി ആയിട്ട് ഇങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ മുടിയൊക്കെ ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷം തിരിച്ച് നമ്മൾ നോക്കുമല്ലോ കറക്റ്റായിട്ടാണ് വന്നതെന്ന്. അത് നോക്കുമ്പോഴാണ് എൻ്റെ മുടിയിൽ ബാക്ക് സൈഡ് ലെയേഴ്സൊക്കെ പുറത്ത് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും കെട്ടിയപ്പോൾ അല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് കെട്ടിയത്. ഇപ്പോൾ കയറി ഉടനെ ഞാൻ സ്പ്രൈറ്റൊക്കെ കുടിച്ചു. പിന്നെ കുട ഞാൻ നിവർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ പിന്നെ അവസാനം ഞാനും അമ്മയും കുട നിവർത്തി. അപ്പോൾ അത് ഇങ്ങനെ മടക്കി വയ്ക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് നേരം പുറത്ത് കാഴ്ചയൊക്കെ കണ്ടിരുന്നു. അപ്പോഴേക്കും ട്രെയിൻ സ്ലോ ആക്കി, പിന്നെ ട്രെയിൻ നിർത്തി. പിന്നെ കാഴ്ചയൊന്നും കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം അപ്പർ ബർത്തിൽ കയറി. അപ്പോൾ അപ്പർ ബർത്തിൽ കയറിയത് ഉറങ്ങാനൊന്നും അല്ല കേട്ടോ, പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുട്ടി എന്താ ട്രെയിൻ യാത്രയിൽ കൂടി ഇരുന്ന് പഠിക്കുകയാണല്ലോ എന്ന്. അപ്പോൾ എൻ്റെ അവസ്ഥ അതാണ്, ഞാനായിട്ട് വരുത്തി വെച്ച അവസ്ഥയാണ്. എനിക്ക് അത്രയ്ക്ക് ബാക്ക്ലോഗ്സ് ഉണ്ട്, നല്ല ഉണ്ട് ബാക്ക്ലോഗ്സ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഈ ഇടയായിട്ട് വീഡിയോ വരുന്ന ഫ്രീക്വൻസി കുറവാണ്. അതിപ്പോൾ എന്തെന്ത് ചെയ്യാനും എനിക്കിപ്പോൾ മടിയാണ്. ഇപ്പോൾ വീഡിയോ എടുക്കാനും മടി, പഠിക്കാനും മടി, എന്ത് ചെയ്യാനും എനിക്ക് മടിയാണ്. അപ്പോൾ ബർത്ത് ആണെങ്കിൽ അത്ര ആൾക്കാരുടെ അറ്റൻഷൻ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ താഴെ ഇരിക്കണമെന്ന് വെച്ചാൽ എൻ്റെ നേരെ ഓപ്പോസിറ്റ് പാസഞ്ചേഴ്സ് ഉണ്ട്, ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് സൈഡ് ബർത്തിൽ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അപ്പർ ബർത്ത് ഓപ്റ്റ് ചെയ്തിട്ടോ. അപ്പോൾ ഞാനിരുന്ന് പഠിക്കുകയൊന്നുമല്ല, ഞാൻ പറഞ്ഞ പോലെ നോട്ട്സ് ഇങ്ങനെ ഉണ്ടാക്കുക, പിന്നെ വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക, അതൊക്കെയാണ് ഞാൻ ചെയ്യണത്. എനിക്ക് പഠിക്കാനൊന്നും പറ്റില്ല പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ, റൂമിലിരുന്നിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, എന്നിട്ടാണ് പുറത്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോട്ട്സ് PDF ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ നോട്ട്സ് എഴുതാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് വീഡിയോസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കണ്ട് മനസ്സിലാക്കലല്ലേ പഠിത്തം ചോദിച്ചാൽ, എനിക്ക് വീഡിയോസ് കാണൽ വേറെ, നോട്ട്സ് ഉണ്ടാക്കൽ വേറെ, അങ്ങനെയാണ്. ഞാൻ സെപ്പറേറ്റ് പഠിക്കാൻ എനിക്ക് ടൈം കൊടുത്താൽ ഉണ്ടാക്കിയ നോട്ട്സ് ഇരുന്ന് വായിച്ച് പഠിച്ചാലേ എനിക്കത് പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ജസ്റ്റ് വീഡിയോസ് കണ്ടാലൊന്നും എനിക്കത് പഠിച്ച പോലെ ആവില്ല, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഞാൻ ഫിസിക്സിൻ്റെയാണ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. നോട്ട്സും അത് PDF നോട്ട്സും അത് ഞാൻ ഫിസിക്സിൻ്റെ തന്നെയാണ് ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് കുറേ ബുക്സ് എടുക്കണ്ടല്ലോ, അപ്പോൾ പ്രത്യേകിച്ച് ട്രാവലിംഗ് ആണ്, അപ്പോൾ കുറേ വെയിറ്റ് എടുത്ത് നോക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫിസിക്സ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെയാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ അവസ്ഥ എന്താണെന്ന്. ഫിസിക്സ് നോട്ട്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞല്ലോ, അത് ഒരു ചാപ്റ്ററൊന്നും അല്ല കേട്ടോ, ഞാൻ 3 ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സാണ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്താ വെച്ചാൽ എൻ്റെ ഒരു വലിയ പ്ലാനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. തിരിച്ച് ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസിൻ്റെ വീഡിയോ ഫുൾ കണ്ടു തീർക്കുന്നു, 3 ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സും കംപ്ലീറ്റ് ചെയ്യും എന്നൊക്കെയാണ് ഞാൻ ഭയങ്കര വലിയ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതൊന്നും നടന്നില്ല. ഞാൻ പോണ വഴിക്ക് മൂവിങ് ചാർജസിൻ്റെ വീഡിയോസ് കണ്ടു. പിന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൻ്റെയും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെയും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞ ഈ 3 ചാപ്റ്റേഴ്സിൻ്റെയാണ് ഞാൻ PDF നോട്ട്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൻ്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്തു, ഇതന്നെ നടന്നുള്ളൂ. ഇൻഡക്ഷൻ്റെയും വേവ്സിൻ്റെയും നോട്ട് ഉണ്ടാക്കിയില്ല. അതും ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടുന്ന് പോകുമ്പോൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൻ്റെ വീഡിയോ കണ്ടു, പിന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൻ്റെ നോട്ട്സ് കുറച്ച് ഹാഫ് ഞാൻ എഴുതി, ബാക്കി ഹാഫ് ഞാൻ തിരിച്ച് വരുന്ന ജേർണിയിലാണ് എഴുതിയത്. പിന്നെ ഈവനിങ് 6:30 ആയപ്പോൾ താഴെ ഇറങ്ങിയിട്ട് വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എണ്ണക്കടികൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് കഴിക്കണേ. പിന്നെ ഞാൻ ആദ്യം കാണിച്ചല്ലോ പ്രിങ്കിൾസ് കഴിക്കുന്നത് പഠിക്കാതിരിക്കുന്നതിൻ്റെ മുന്നേ, അത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പ്രിങ്കിൾസ് ട്രൈ ചെയ്യണത്. ഇതിന് മുമ്പ് ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഓറഞ്ച് കളറിലുള്ളതാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്തത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എന്താ മസാല തടുക്ക അങ്ങനെ എന്തായിരുന്നു പേര്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇനിയൊരു പ്രിങ്കിൾസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് റെഡ് ആയിരുന്നു കേട്ടോ, അതാണ് ഒറിജിനൽ എന്ന് പറയണേ. അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല, അത് ഉപ്പായിരുന്നു മെയിൻലി. പിന്നെ എന്താ പറയുക, ചിപ്സ് കഴിക്കണ പോലെ തോന്നി. എനിക്കാണെങ്കിൽ ചിപ്സ് അത്ര ഇഷ്ടമല്ല. ആദ്യം കഴിച്ചത് ഓറഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അമ്മ അടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, അടയും പിന്നെ ഉഴുന്നുവടയും. പിന്നെ ഞാൻ 2 കട്ട്ലറ്റ് തന്നെയാണ് കഴിച്ചത്. എനിക്ക് എന്താ വെച്ചാൽ കട്ട്ലറ്റ് ഭയങ്കര ഇഷ്ടമാണ്, വെജിറ്റബിൾ കട്ട്ലറ്റ് ആട്ടോ. പിന്നെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം താഴെ തന്നെ ഇരുന്നു, ഇങ്ങനെ സൺസെറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ പുറത്തിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇനിയും നല്ല ലെങ്തി ആയിരുന്നു, പക്ഷേ അത് ഞാൻ കട്ട് ചെയ്ത് എടുക്കേണ്ടി വന്നു. ഇനിയും കുറേ ഷോർട്സൊക്കെ ഞാൻ പലതും എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും വീഡിയോ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നമ്മൾ നടക്കുമ്പോഴും പിന്നെ ട്രെയിൻ ഇങ്ങനെ ഇതാവുമ്പോൾ ഒക്കെ ചില സമയത്ത് സ്പീഡിലാവുമ്പോൾ ഒക്കെ
വീഡിയോ വല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവണ പോലെ തോന്നി. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞ്. ഇല്ലെങ്കിൽ എനിക്ക് ഓട്ടോ ഫോക്കസ് കൊടുത്തിരുന്നു വെച്ചാൽ എനിക്ക് പറ്റുമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്ത ഈ വീഡിയോൻ്റെ ക്ലാരിറ്റി പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒറിജിനൽ ഫ്രെയിമിൽ തന്നെ എടുത്തത്. പിന്നെ ഞാൻ വൈകുന്നേരം വീണ്ടും അപ്പബത്തിൽ കയറിയതിന് ശേഷം ഞാൻ വീഡിയോസ് കാണാതിരുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് എന്തോ വയ്യാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു, ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ നോട്ട് ഉണ്ടാക്കാമായിരുന്നു മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൻ്റെ. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ പകുതി നോട്ട്സ് ഞാൻ അപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ട്രിച്ചി എത്തിയപ്പോൾ ഞാനൊന്ന് സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കൂടുതൽ നേരം ഇവിടെ ട്രെയിൻ നിർത്തും. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഷോർട്സൊക്കെ എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും കയറി. ഇനിയും കുറേ ഷോർട്സ് ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ വീഡിയോ വല്ലാതെ ആടി കളിക്കുന്നതുകൊണ്ട് ഞാനത് എടുത്ത് കളഞ്ഞു. രാത്രി ഇത്ര ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ലൈറ്റൊക്കെ ഓഫാക്കും. അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ഇരുന്ന് നോട്ട് എഴുതിയത്. അല്ലെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഉച്ചയ്ക്ക് ഇരുന്ന് കടന്നുറങ്ങുന്ന ആളും രാത്രി കുറേ നേരം ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം റിവേഴ്സ് അടിച്ചത്. എന്നിട്ട് കുറച്ച് നേരം ഞാൻ ലൂഡോ ഒക്കെ കളിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് അവർ ലൈറ്റൊക്കെ ഓഫാക്കിയപ്പോൾ ഞാൻ എടുത്ത് വെച്ച് കടന്നു. ജസ്റ്റ് കടന്നിട്ടേ ഉള്ളൂ, ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല. എന്താ വെച്ചാൽ അപ്പുറത്തെ ബർത്തിൽ കിടക്കുന്ന ആൾ നല്ല സ്നോർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ബർത്തിലുള്ള ആളൊന്നും ഉറങ്ങിയിട്ടുണ്ടായില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ താഴെ ഫ്രീ ആയപ്പോൾ ഞാനും അമ്മയും ചെന്ന് അവിടെ ഇരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഒരു തുള്ളി ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. എന്നിട്ട് അപ്പോഴേക്കും അവിടെ എത്തി. എൻ്റെ ഫോണിൽ ചാർജും കഴിഞ്ഞു. കുറേ നേരം ഫോൺ നോക്കിയിരുന്നിട്ട് അവസാനം അവിടെ എത്തി. അപ്പോൾ എന്തായാലും ഇതെൻ്റെ ഒരു വേസ്റ്റ് ട്രെയിൻ ജേർണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ബൈ.